ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ നല്ല അടിപൊളിയായിട്ട് നിറയെ ഫ്ലവർ വരുന്നൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് കോളാമ്പി ചെടി എന്നാണ് നമ്മൾ പറയണത്. ഇതിൻ്റെ ഒരു നീല കളറിലതുകൊണ്ട് ഈ ഒരു വൈറ്റ്, ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നീല ഫ്ലവറിൻ്റെതാണെങ്കിൽ വേലി കണക്ക് പണ്ടൊക്കെ എല്ലാ വീട്ടിൻ്റെ ചുവട്ടിലും മുറ്റത്തും ഒക്കെ വേലി പോലെ പടർന്ന് നിറയെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റാണ്. അതിൻ്റെ ഫ്ലവർ കുറച്ചുകൂടെ ഒന്ന് വലിപ്പമുണ്ട്, അതിൻ്റെ ലീഫിനും കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇതിൻ്റെ ലീഫ് കുഞ്ഞു ലീഫാണേ. ഇത് ഹൈബ്രിഡ് ആണോയെന്ന് അറിഞ്ഞൂടാ അതിൻ്റെ, പക്ഷേ അതുപോലെ അങ്ങ് കാട് പോലെ അങ്ങ് ആവണില്ല. നമ്മൾ കുറ്റി കണക്ക് ആണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്, കാട് പോലെ വളരില്ല. പിന്നെ ഇത് നിലത്ത് വെച്ച് കൊടുത്ത് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഓവറായിട്ട് അങ്ങ് വളർന്ന് കയറിയില്ല. ഇതുപോലത്തെയൊക്കെ ചെടികളുണ്ടെങ്കിൽ 2-3 ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് നല്ല വെയിലുള്ളിടത്ത് ഇതുപോലത്തെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഫ്ലവറായിരിക്കും ഇത്. ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് പോട്ട് മിക്സിലും ഇത് വെച്ച് കൊടുക്കാം. മണ്ണ് കട്ടയുള്ള മണ്ണായാലും ലൂസായിട്ട് ഏതിനായാലും ഒരു പ്രശ്നവുമില്ല. മഴയായാലും വെയിലായാലും ഒരു പ്രശ്നമില്ല. നിറയെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ് ഇത്. ആരെയൊക്കെ വീട്ടിലുണ്ടെന്ന് ഇതിൻ്റെ പേര്, വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ട്, പേരെന്താണെന്നൊക്കെ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് മറ്റുള്ളവർക്കും കൂടെ, വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരമാകും. പേരറിഞ്ഞൂടാത്ത കുറേ പേര് കാണും. ചിലരുടെ കയ്യിലൊക്കെ ഈ പ്ലാന്റ് കാണും. ഇതിൻ്റെ നീലയാണ് എല്ലായിടവും ഉള്ളത്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലായിട്ട്. നമുക്ക് പോട്ടിങ്സ് ഒരു പ്രശ്നമല്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വളം കൊടുക്കാം. വേനലായിരുന്നപ്പോൾ ഞാൻ വളം കൊടുക്കാതെ നിർത്തിയിരുന്ന പ്ലാന്റാണ്. കുറേ കട്ട് ചെയ്തൊക്കെ നിർത്തിയിരുന്നു. മഴ പെയ്തപ്പോൾ നല്ല ബുഷിയായി. അപ്പോൾ ഞാൻ DAP ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് കണ്ടാൽ നിറയെ ഫ്ലവർ, എന്നും ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും. അതിൻ്റെ ചുവട്ടിലൊക്കെ വീണ് കിടക്കണണ്ട. നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഇത് കുറേ ദിവസം ഇങ്ങനെ തന്നെ തുടരും. അല്ലാതെ ഈ സമയമാണ് ഇതിൻ്റെ കാലാവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്, മഴയുള്ള സമയം. ഇത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഫ്ലവറേ ഉണ്ടാവുള്ളൂ. കുറേശ്ശെ ഫ്ലവർ വരും, അങ്ങ് പോകും. പക്ഷേ ഇപ്പോഴാണ് മഴ കിട്ടിയപ്പോഴാണ് നല്ല ബുഷിയായിട്ട് നമ്മൾ DAPയും കൂടെ കൊടുത്തപ്പോൾ നന്നായിട്ട് ഫ്ലവറായിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ കട്ടിങ്സ്, ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. കമ്പ് കട്ട് ചെയ്ത് നമുക്ക് തണലത്ത് വെച്ച് ഈ പ്ലാന്റിനെ പിടിപ്പിച്ചെടുക്കാം. ഇത് ഫ്ലവർ പോയി കഴിയുമ്പോൾ അതിൽ സീഡ് പോലൊരു ചെറിയൊരു ഇത് വരണുണ്ട്. പക്ഷെ അത് ഇട്ടിട്ടൊന്നും മുളച്ച് കിട്ടണില്ല. നമുക്കല്ലാത്ത നീല ടൈപ്പാണെങ്കിൽ അതിൽ സീഡുണ്ട്, അതിൽ വീണ് അങ്ങനെയും കിളിർത്ത് കിട്ടും. അതിൻ്റെ ചുവട്ടിൽ നിന്ന് വേര് പൊട്ടിയിട്ട് നിറയെ തൈകൾ കിളിർത്ത് അങ്ങനെയും വരാറുണ്ട്. പക്ഷേ ഈ പ്ലാന്റ് അങ്ങനെയൊന്നും വരണ ടൈപ്പല്ല. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തന്നെ നമ്മൾ പിടിപ്പിക്കണം. അതായത് വേണ്ട, ഇതുപോലത്തെ സീഡ് പോലെ വരാറുണ്ട്, പക്ഷേ അതൊന്നും മുളച്ച് കിട്ടണില്ല. ഇത് കുഞ്ഞു ലീഫിൻ്റെ ഇടയിൽ ഈ വലിയ ഫ്ലവർ വന്നപ്പോൾ എന്ത് നല്ല അടിപൊളിയല്ലേ, സൂപ്പറാണ്. NPK ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് DAP ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കും. ഇടയ്ക്കൊന്ന് ഫ്രൂണിങ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് വീണ്ടും നമ്മൾ DAP ഒക്കെ ഇട്ടാൽ വീണ്ടും ഇത് നിറയെ നന്നായിട്ട് ഫ്ലവർ വരും ഈ പ്ലാന്റ്. പിന്നെ വേറെ കീടബാധയോ പുഴുശല്യമോ ഒന്നും ഉണ്ടാവാത്തൊരു പ്ലാന്റാണ്. മഴയായാലും വെയിലായാലും ഒരു കുഴപ്പമില്ല. നല്ല വെയിൽ കിട്ടണടുത്തിരിക്കുമ്പോഴേക്ക് പിന്നെ ലീഫ് ഒരു ചെറിയ ഒരു കളറിലോട്ട് മാറും. എന്നാലും നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവർ വരണുണ്ട്. ഈ പച്ചയിൽ നിന്നും വേറൊരു കളറിലോട്ട്, ഒരു വൈറ്റ് പോലത്തെ ഒരു കളറിലോട്ട് നല്ല വെയിൽ കിട്ടുമ്പോൾ അങ്ങനെ ആവണുണ്ട്. എല്ലാ പ്ലാന്റിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല ഭംഗിയാണ്. കൂട്ടുകാരെ ആരെങ്കിലും കയ്യിലുണ്ടാകുന്നൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. ഓക്കേ.